ഈ 9 നക്ഷത്രങ്ങളിൽ നിങ്ങളും ഉൾപ്പെടുന്നുണ്ടോ? എങ്കിൽ ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാം. വീഡിയോ അവസാനിക്കും വരെ കാണൂ. നമസ്കാരം. ഈ 4 രാശിക്കാർക്ക് ശുക്രൻ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കഷ്ടതകളൊക്കെ തീർന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. തീർച്ചയായും വലിയൊരു മാറ്റമാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. മേടരാശിക്കാർക്കും മിഥുന രാശിക്കാർക്കും തുലാരാശിക്കാർക്കും ധനുരാശിക്കാർക്കും വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരാൻ പോകുന്നു എന്ന് കരുതി ദിവസങ്ങൾക്കകം കോടീശ്വരനായി തീരും എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം, ഭാഗ്യം, ഉയർച്ച ഒക്കെ വന്നു ചേരേണ്ട സമയമാണിത്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരേണ്ട സമയമാണിത്. അത്തരം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരണമെങ്കിൽ തീർച്ചയായും നമ്മൾ കൂടി പ്രയത്നിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. ശുക്രൻ അടിച്ചു എന്ന് കരുതി നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ നമുക്ക് ധനം വന്നു ചേരില്ല, നമുക്ക് സുഖസൗകര്യങ്ങൾ വരില്ല, നമ്മൾ ആഡംബരത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് സുഖവും സന്തോഷവും ഒന്നും നമുക്ക് വരില്ല. നമുക്ക് നല്ല സുഖം, സന്തോഷം ഒക്കെ വന്നു ചേരണമെങ്കിൽ തീർച്ചയായും നമ്മൾ കർമ്മരംഗത്ത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ വലിയ പ്രതീക്ഷ നൽകി മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തണം. ശുക്രൻ ചിങ്ങത്തിൽ തുടരുന്ന ഈ കാലയളവ്, അതായത് ഓഗസ്റ്റ് 1 വരെ ശുക്രൻ ചിങ്ങത്തിലാണ്. ഈ ഒരു കാലയളവിൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന 4 രാശിക്കാരെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം, ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ഇതിലൊക്കെ പുറമേ ഈ നക്ഷത്ര ജാതകർ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ലക്ഷങ്ങൾ ദാനം ചെയ്യണമെന്നല്ല, നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ തുക, അതല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം, ഇതൊക്കെ ദാനമായി കണ്ട് പാവപ്പെട്ടവർക്ക് നൽകുക. തീർച്ചയായും വലിയ മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. നമുക്ക് ആ നക്ഷത്ര ജാതകരെ അറിയാം. നാളെ ചൊവ്വാഴ്ചയാണ്, പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ധനുരാശിക്കാർ തന്നെയാണ്. മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് ഭാഗ്യമാണ്. ഭാഗ്യസ്ഥാനത്തേക്കുള്ള ശുക്രൻ്റെ സഞ്ചാരം വഴി പിതൃസ്വത്തിൽ നിന്നുള്ള വരുമാനം, ജോലിയിൽ പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവ ലഭിക്കാൻ ഈ ഒരു കാലയളവ് ഇവർക്ക് കഴിയും. വലിയ നേട്ടമാണ്, വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. ഇത് നല്ല സമയമാണ്. ജീവിതത്തിൽ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ കഴിയുന്ന സമയം. ഒരു ജോലിക്കൊക്കെ ശ്രമം നടത്തുന്ന ഇവർക്ക് ജോലി കിട്ടേണ്ട സമയം കൂടിയാണ്. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ നല്ല വരുമാനം വർദ്ധിക്കുന്ന സമയം. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടം തീരും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നു കിട്ടും. വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒന്നിക്കാനുള്ള സമയമാണ്. നിങ്ങളിതൊന്ന് കുറിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക് ഇവ നടത്തുക. അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും മാറ്റങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ശുക്രൻ്റെ ഈ ഒരു മാറ്റം കൊണ്ട് എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകർ അത് തുലാൻ രാശിക്കാർ തന്നെയാണ്. തുലാൻ രാശിയിലെ ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ ഇവർക്ക് രാശാധിപനായ ശുക്രൻ്റെ ഈ മാറ്റം വലിയ ഭാഗ്യം കൊണ്ടുവരും. ബാങ്ക് ലോണുകളും കടങ്ങളും വേഗത്തിൽ അടച്ചു തീർക്കുന്നതിനും സഹായിക്കും.
അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക തുലാരാശിക്കാർ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഗുരുവായൂരൊക്കെ ക്ഷേത്രദർശനം നടത്തണം. ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തി കണ്ണന് പാൽപ്പായസം നടത്തുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറണമേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടം കേൾക്കാൻ കണ്ണനുണ്ടാകും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രങ്ങൾ മകയിരവും തിരുവാതിരയും പുണർതവുമാണ്. മകയിരം, തിരുവാതിര, പുണർതം, മുക്കാൽ ഈ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ലഭിക്കും. ആശയവിനിമയത്തിലൂടെ ധനം സമ്പാദിക്കാൻ സാധിക്കും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് കുറിച്ചു വച്ചോ. മകയിരം, തിരുവാതിര, പുണർതം, മുക്കാൽ ഇവരുടെ നല്ല കാലം തെളിയുന്നു. ആശകളും അഭിലാഷങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് ഇവരെത്തുന്നത്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മുരുകക്ഷേത്രത്തിൽ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും. അടുത്ത നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല, മേടരാശിക്കാർ തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ മാറുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുകയും ചെയ്യും. നിങ്ങളുടെ തൊഴിലവസരങ്ങൾ ഇനി ലഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്കറിയാം, ജൂലൈ 4-ാം തീയതിയിലാണ് ശുക്രൻ കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറിയത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ഈ 2 ദിനങ്ങൾ കൊണ്ട്? എങ്കിൽ ഇത് കുറിച്ചു വെച്ചോളൂ, നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ശുക്രൻ്റെ മാറ്റം ഈ 4 രാശിക്കാർക്കും വലിയ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടവരല്ലേ, ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ നീങ്ങിയവരല്ലേ. എന്നാൽ വലിയൊരു നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കാൻ, വിദേശ രാജ്യത്തേക്ക് പോകാൻ, അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഏതായാലും ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർതം മുക്കാലിനുമാണ്. ബിസിനസ്സിൽ പുതിയൊരു പങ്കാളി വരുന്നത് ഈ കാലയളവിൽ വളരെയധികം ഗുണകരമായിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ജീവിതം രക്ഷപ്പെടാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഞങ്ങളുമായി ബന്ധപ്പെടാം. ബന്ധപ്പെടേണ്ട നമ്പർ 94 967 24 401. നന്ദി, നമസ്കാരം.